വെൽക്കം ബാക്ക് ടു 30 ഡേയ്സ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് പ്രോഗ്രാം. നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളെല്ലാം സ്റ്റക്കായി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഡൗൺ ആയി പോകുന്ന ഒരു സമയം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആരുടെയെങ്കിലും ഹെൽപ്പ് സീക്ക് ചെയ്യുന്ന ഒരു സമയം. അതാണ് ഒരു പ്രശ്നം വരുമ്പോൾ ഒരു പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. പ്രോബ്ലം സോൾവിങ് ഒരു സ്കില്ലാണ്. ചില ആളുകൾ എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും വളരെ കൂളായിട്ട് അതിനെ സോൾവ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. ചില ആളുകൾ ആ പ്രോബ്ലത്തിന് തട്ടി വീണു പോകും. ചിലപ്പോൾ ആരെങ്കിലും വന്ന് പിടിച്ച് ഉയർത്തിയാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്താലും ഏറ്റവും മനോഹരമായിട്ട് ഓവർകം ചെയ്ത് തിരിച്ചു വരാൻ നമ്മളെ സാധിക്കും. ഈ ഒരു സ്കില്ല് നമ്മൾ മാസ്റ്റർ ചെയ്താൽ മതി. ഈ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിന്, എങ്ങനെ അതിനെ മാസ്റ്റർ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് റിസോഴ്സ്ഫുൾ. അതായത് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള റിസോഴ്സുകൾ നമ്മൾ എങ്ങനെയൊക്കെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. നമ്മൾ ഒരു സാധാരണ ഈ പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട്. ഒരു മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും ഒരു സൂചി നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ ഈ സൂചി കണ്ടുപിടിക്കാൻ വേണ്ടി പുറത്തിരുന്ന് ഇങ്ങനെ തിരയുകയാണ്. അപ്പോൾ വഴിയെ പോയ ഒരു വഴിയാത്രക്കാരൻ ചോദിച്ചു, എന്താണ് മുത്തശ്ശി തിരയുന്നത്? അപ്പോൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് സൂചി നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇവിടെയാണോ പോയത്? നിങ്ങൾ ഇവിടെയാണ് ഇരുന്നാണല്ലോ തിരയുന്നത്. അല്ല, എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട റൂമിനകത്താണ്. പിന്നെ നിങ്ങൾ അവിടെയല്ലേ അന്വേഷിക്കേണ്ടത്? അവിടെ പ്രകാശമില്ലല്ലോ, ഇവിടെയാണ് പ്രകാശമുള്ളത്. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരുന്ന് തിരയുന്നു. പ്രകാശമുള്ളിടത്ത് നോക്കിയാലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ, അവിടെ എനിക്ക് കാണാൻ പറ്റില്ല. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലേക്കല്ല പോകുന്നത്. നമ്മൾ പലരും അങ്ങനെയാണ്. അതായത് 95 ആളുകളും പ്രോബ്ലത്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, സൊല്യൂഷനെ അല്ല. നമ്മുടെ പ്രോബ്ലത്തിൽ നിന്ന് മാറി നിന്ന് നമ്മൾ നോക്കിയാൽ മാത്രമേ സൊല്യൂഷൻ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോബ്ലത്തിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കണം. എങ്ങനെയൊക്കെ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. അതിനുള്ള റിസോഴ്സുകൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സെക്കൻഡ്, ഡിഫൈൻ ദ കറണ്ട് സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷൻ, അതായത് ഈ പ്രശ്നത്തിലായ സിറ്റുവേഷനിൽ എല്ലാവർക്കും അവരുടെ ഒരു സ്റ്റോറി കാണും. ആക്ച്വലി ഒരു പ്രോബ്ലം റിലേറ്റഡ് ഒരു സ്റ്റോറി കാണും. അതായത് ഒരു ആക്ച്വൽ സ്റ്റോറിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ ഉള്ളിൽ ആ പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറി. അപ്പം നമ്മളെപ്പോഴും നമ്മളെ ആ പ്രശ്നത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ആ ആക്ച്വൽ പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ഇമോഷൻസും നമ്മളുടെ ട്രിഗേഴ്സും അല്ലെങ്കിൽ നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസും കൂടി ഈ ഒരു പ്രോബ്ലത്തിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ജനറിക് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിലേക്ക് പോകും. നേരത്തെയും എനിക്ക് ഇങ്ങനെയായിരുന്നു, ഇതിങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഈ തരത്തിലുള്ള പല തോട്ട്സ് നമ്മുടെ കയ്യിൽ കയറി വന്ന് നമുക്ക് ഒരിക്കലും ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ആക്ച്വൽ സ്റ്റോറിയിൽ എന്താണോ, യഥാർത്ഥ പ്രശ്നം എന്താണോ അതിൽ ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. തേർഡ്, ഗെറ്റ് ദ ക്ലിയർ വിഷൻ. നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടത്, ഈ ഒരു സൊല്യൂഷൻ, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ എന്താണ് വേണ്ടതെന്ന് നമുക്ക് അറിയണം. അതിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ടാകണം, ഒരു വിഷൻ ഉണ്ടാകണം. അതിൻ്റെ എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിൽ എങ്ങനെയുള്ളൊരു സൊല്യൂഷനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എങ്ങനെയുള്ള സൊല്യൂഷനാണ് ഈ സിറ്റുവേഷനിൽ ഏറ്റവും പ്രോംപ്റ്റ് ആയിട്ടുള്ളത് എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാകുക, ഒരു ക്ലാരിറ്റി ഉണ്ടാകുക. അതിനൊന്ന് എഴുതി നോക്കുക. ഏറ്റവും മനോഹരമായിട്ട് ക്ലാരിറ്റി കിട്ടുന്നത് എഴുതി നോക്കുമ്പോഴാണ്. ആ എഴുതി നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, ഇതാണ് എനിക്ക് വേണ്ടത്, ഇതാണ് ഇതിൻ്റെ ഔട്ട്കം, ഇങ്ങനെ ആയിരിക്കണം, ഈ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ ഇങ്ങനെയായിരിക്കും വരേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. നാലാമത്തെ കാര്യം, നമുക്ക് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എത്ര റിസോഴ്സ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, ആരെല്ലാം നമ്മളെ സഹായിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ സാമ്പത്തികമായിട്ടാണോ ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ കൊടുക്കേണ്ടത്, മണി കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പ് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുമോ, അതല്ലെങ്കിൽ ആരുടെയും സപ്പോർട്ട് സിസ്റ്റം കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുമോ, ആ രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കുക. അതായത് ലിസ്റ്റ് ദ റിസോഴ്സസ് അവൈലബിൾ ടു യു. അത് മണിയായിട്ടോ അല്ലെങ്കിൽ പീപ്പിളായിട്ടോ അല്ലെങ്കിൽ സപ്പോർട്ടേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇമോഷണൽ സപ്പോർട്ടിംഗ് ആയിട്ടോ, എങ്ങനെയാണ് ഈ പ്രശ്നം, ഏത് റിസോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം സോൾവ് ചെയ്യുക, അതിനകത്ത് നമ്മളൊരു ക്ലാരിറ്റി കണ്ടുപിടിക്കും. അപ്പോൾ ഈ മെത്തേഡ്സിൽ 4 മെത്തേഡിലൂടെ നമ്മൾ ഒരു പ്രോബ്ലത്തെ ഫോക്കസ് ചെയ്ത്, പ്രോബ്ലത്തെ സൊല്യൂഷൻ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യണമെങ്കിൽ എത്ര വലിയ പ്രശ്നമാണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഈ ടെക്നിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ.